ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത എന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഒരു 5 ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. ഈ ഒരു 5 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാൻഡ എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി കുറേ അധികം ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതിൽ നമ്മൾ യൂസ് ചെയ്യാത്തതുണ്ടാവും, ഡേഞ്ചർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ പല ലിങ്കിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സേഫ് അല്ലാതെ. അതൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഡിലീറ്റിന്റെ ചിഹ്നമൊക്കെയാണ് അതിന്റെ ലോഗോ വരുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ അധികം, അതായത് എൻ്റെ ഫോണിലുള്ള പല ആപ്ലിക്കേഷൻസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പേർട്ട്, അൺസേഫ്, അതേപോലെ റെക്കമെൻഡഡ് എന്നൊക്കെ പറഞ്ഞ കുറേ അധികം നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫോണിന് യൂസ്ഫുൾ ആയ ആപ്ലിക്കേഷൻ ആണോ, നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ആണോ എന്നുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ നോർമലി അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളതൊന്നും നോക്കാറില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളതൊന്നും നോക്കാറില്ല. പക്ഷെ നമുക്ക് ഇവിടെ എന്തുണ്ട്, പ്രോപ്പറായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇവർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ അൺഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഡിലീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കുറേ അധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ മുമ്പേ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോൺ ക്ലീൻ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇതുപോലെ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ നമ്മൾ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് നമ്മളത് ഊരി വെക്കുന്ന ടൈമിൽ നമ്മൾ ചില ആൾക്കാരെങ്കിലും ഫോണിന്റെ ബ്ലൂടൂത്ത് ഓഫ് ആക്കാൻ മറന്നു പോകുന്നവരായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതായിരിക്കും. അതായത് നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് ചെവിക്ക് വെച്ചിട്ട് ഊരിട്ട് ഈ ഒരു കേസിലേക്ക് ഇട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് ഗ്രീൻ ടൂത്ത് എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഡിസേബിൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഡിലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ ബ്ലൂടൂത്ത് നിങ്ങളെ ഇയർന്ന് റിമൂവ് ചെയ്ത് ആ ഒരു ബോക്സിൽ ഇട്ടിട്ട് എത്ര ടൈം കഴിയുമ്പോഴാണ് ആ ഒരു ബ്ലൂടൂത്ത് ഓഫ് ആവേണ്ടതെന്നാണ് ചോദ്യം. ഇത് നിങ്ങൾ ഞാനിപ്പോൾ 3 seconds ആണ് കൊടുത്തിട്ടുള്ളത്. എത്രയും വേഗം ഓഫ് ആകുന്നതായിരിക്കും നല്ലത്. ദെൻ നമ്മളിവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ നോട്ടിഫൈ ബിഫോർ ഡിസേബിളിങ്, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഡിസേബിൾ ചെയ്യുന്നുണ്ടെന്ന്. നോട്ടിഫൈ ആഫ്റ്റർ ഡിസേബിളിങ്, അറിയാലോ, ഡിസേബിൾ ചെയ്ത ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. ഞാൻ എനേബിൾ ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ, ദെൻ നമ്മൾ ബാക്ക് വന്ന ശേഷം നമ്മുടെ ഇയർഫോൺ കണക്ട് ചെയ്യാണ് അടുത്തത് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഇവിടെ ഓൺ ആക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡിവൈസ് പറയുന്നത് ഈ ഒരു പീട്രോൺ TWS ആണ് എൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ ആ ഒരു ഡിവൈസ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഡിവൈസ്, അതായത് എൻ്റെ ഇയറിൽ വെച്ച് ആ ഒരു ഡിവൈസ് ഊരിയിട്ട് ആ ഒരു ബോക്സിലേക്ക് വെക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നത്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ എൻ്റെ ബ്ലൂടൂത്ത് ഇപ്പം ഓഫ് ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ബ്ലൂടൂത്ത് ഒക്കെ വെറുതെ ഓൺ ആക്കിയിടുന്നത് അത്ര നല്ലതൊന്നുമല്ല. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മളത് ഓർമ്മിച്ച് വെക്കുക പോലും വേണ്ട. ആ ആപ്ലിക്കേഷൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്ത് ഓഫ് ആക്കി തരുന്നതാണ്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നമ്മളൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും സീക്രട്ട് മെസ്സേജസോ കാര്യങ്ങളോ ഒക്കെ ഇപ്പം നിങ്ങൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണോ അയക്കേണ്ടത് അത് വൺ ടൈം റീഡബിൾ ആയിട്ട് ഒരു ലിങ്ക് പോലെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് ഷെയർ പേസ്റ്റ് എന്നാണ്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഇവിടെ നിങ്ങൾ എന്താണോ അയക്കേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഹായ് എന്നാണ് ടൈപ്പ് ചെയ്തത്. ദെൻ അതിൻ്റെ എക്സ്പയറി നിങ്ങൾ കൊടുക്കാം. 1 മാസം വേണോ, ഒരാഴ്ച മതിയോ, 1 വീക്ക് വേണോ, 5 മിനിറ്റ് മതിയോ. ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊടുക്കാം. ദെൻ ബേൺ ഓൺ റീഡ്, ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് ഒറ്റ തവണ മാത്രമേ ഇത് വായിക്കാൻ പറ്റൂ. ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബേൺ ആയിപ്പോവും. ഓക്കെ, എന്നാൽ നമ്മൾ മോർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറെയും കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ എൻക്രിപ്റ്റ് ആൻഡ് ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഷെയർ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ ആർക്കാണോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് ഇതേപോലെ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു ചാറ്റിലേക്ക് ആ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്.
ദെൻ ഞാനിപ്പോൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്തത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മുകളിൽ ബോക്സിലായിട്ട് ഹായ് എന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ ഞാനിപ്പോൾ ബാക്ക് വന്നിട്ട് അഗെയിൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സെൻസിറ്റീവ് ആയ അല്ലെങ്കിൽ ഒറ്റത്തവണ വായിച്ചാൽ മതി, അതിന് വേറെ പ്രൂഫോ കാര്യങ്ങളൊന്നും വേണ്ട, അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് നിങ്ങളുടെ ഫ്രണ്ടിനോ ആർക്കാന്ന് വെച്ചാൽ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സ്റ്റുഡൻ്റ് എന്ന് മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിക്കിപീഡിയ ഒക്കെ കുറേ അധികം സെർച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ നോർമലി ഒരു കാര്യത്തെക്കുറിച്ച് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ പോയി നമ്മൾ വിക്കിപീഡിയ എടുത്ത് അതിലാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിക്കിപീഡിയയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വിക്കി റീഡർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. അത് സെർച്ച് ഓൺ വിക്കിപീഡിയ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ നെയ്മറിന് ഓൾറെഡി സെർച്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. വിക്കിപീഡിയയിൽ എന്താണോ നെയ്മറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിമൽ ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈസി ആയിട്ട് ഇവിടുന്ന് കിട്ടുന്നതാണ്. നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഇനി വേറെ അടുത്തേക്കും കോപ്പി, അതായത് ഡോക്യുമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം റിസർച്ച് ഒക്കെ ചെയ്ത് റെഫറൻസ് ഒക്കെ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈസി ആയിട്ട് ഇവിടുത്തെ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. സോ വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടാണ്, നിങ്ങൾ ഈസി ആയിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഫൈനലായിട്ടുള്ള 5ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലേ സ്റ്റോർ പോലെ വേറൊരു സ്റ്റോറാണ്. അതായത് നമുക്ക് കുറച്ചധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ കിഡിലെ ഒരു സ്റ്റോറാണ് അടുത്ത ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് നിയോ സ്റ്റോർ ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ലോഗോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ കുറേ അധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തതും ഇല്ലതായിട്ടുള്ള കുറേ അധികം ആപ്ലിക്കേഷൻസ് ഇതിലുണ്ടാവും. ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ എക്സ്പ്ലോറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറേ അധികം കാറ്റഗറൈസ് തിരിച്ചിട്ട് തന്നെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓട്ടോമേഷൻ, കണക്ടിവിറ്റി, ഫുഡ്, ഗെയിം, ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഇൻ്റർഫേസ് തന്നെ കാണാൻ ഒരു കൂൾ ലുക്കായിട്ടുള്ള കിഡിലെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ ഇത് ഗ്രാഫിക്സിൽ വരുന്ന കുറേ അധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം കാറ്റഗറീസിൽ കുറേ അധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ കുറച്ചകം കൊണ്ടാവും കുറേ അധികം ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്. അവർക്കൊക്കെ യൂസ്ഫുൾ ആയ കിഡിലെ ഒരു സ്റ്റോറാണ് ഇത് എന്ന് പറയുന്നത്. കുറേ അധികം ആപ്ലിക്കേഷൻസും കുറേ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടാണ്, നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.